അയാം ഗെയിം ദുൽഖറിന്റെ സിനിമ എന്തായാലും മാറ്റിവെച്ചു, റിലീസ് മാറ്റിവെച്ചു. ഇപ്പോൾ റിലീസ് മാറ്റി പുത്തൻ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ 3. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പേ തന്നെ ദുൽഖറിന്റെ ഈ തന്ത്രം യഥാർത്ഥത്തിൽ വിജയിച്ചു. അതായത് ഓണത്തിന്റെ ഇത്രയും നല്ല ഡേറ്റുകൾ കിട്ടിയതിന് ശേഷം ദുൽഖർ ഇത്ര ഒരു 10 ദിവസം ഡേറ്റ് കിട്ടുമെന്ന് പറയുന്നത് ഭീകരമായ ഒരു കളക്ഷൻ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ലോകയൊക്കെ അടിച്ച് തൂഫാനാക്കിയ സമയമാണ്. അന്നേരം ആ വേഫെയർ ഫിലിംസ് തന്നെ ദുൽഖർ തന്നെ ഈ ഡേറ്റ് അങ്ങ് മാറ്റി സെപ്റ്റംബർ 3 തൊട്ടാക്കി. അത് ദുൽഖർ ഇൻസ്റ്റയിലും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ലെറ്റർ കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ദുൽഖറിന്റെ ഒരു തന്ത്രമാണോ, ഈ തന്ത്രം വിജയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ട കാര്യം. ഇപ്പം നമുക്കറിയാം, മലയാള സിനിമയിൽ 2 താരങ്ങളാണ് മാറിയും തിരിഞ്ഞിങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത് വർഷങ്ങൾ, 10-40 വർഷമായിട്ട്. മമ്മൂട്ടി, മോഹൻലാൽ. ഇപ്പൊ കഴിഞ്ഞൊരു 5-6 കൊല്ലമായിട്ട് നമുക്കറിയാം ക്രൗഡ് പുള്ളർ മലയാളത്തിൽ, കേരളത്തിൽ അത് മോഹൻലാൽ തന്നെയാണ്. അതിനകത്ത് നിസ്സംശയം പറയാം. കാരണം മോഹൻലാലിന്റെ പടങ്ങൾ അത്യാവശ്യം ഒരു ആവറേജ് പടമാണെങ്കിൽ പോലും അടിച്ച് കയറും. അത് ഏത് സീസൺ ആയാലും, മഴയായാലും വെയിലായാലും ഭയങ്കരമായ കൊടുങ്കാറ്റായാലും മോഹൻലാലിന്റെ പടത്തിന് ആളുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പ്രത്യേകിച്ചും മമ്മൂട്ടി ഈ സിനിമ ഈ ഓഫ് ബീറ്റ് പടങ്ങളോ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മാസ് മസാല എന്റർടൈനർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇനി അങ്ങോട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്നാലും ഈ 6 വർഷം കേരളത്തിലെ ക്രൗഡ് പുള്ളർ അത് മോഹൻലാൽ തന്നെയാണ്. പക്ഷേ അവിടെ മറ്റൊരു ചോദ്യം വരുന്നുണ്ട്, പാൻ ഇന്ത്യൻ സ്റ്റാർ ആരാണ്? മലയാള സിനിമയിൽ എനിക്ക് ഇപ്പൊ കണ്ടത്, ഞാൻ ദുൽഖറിന്റെ ഫാനൊന്നും അല്ല, പക്ഷെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള രീതിയിൽ നമുക്ക് 100% പറയാം അത് ദുൽഖർ തന്നെയാണ്. കാരണം ദുൽഖറിന് കന്നഡയിലായാലും തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും ഈ പറഞ്ഞ ഹിന്ദിയിലായാലും എല്ലാം ഭാഷകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്, പടങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്തേക്കുന്നതുകൊണ്ട് ഏത് പടം ഇറക്കിയാലും ഈ 5 ഭാഷകളിലും നല്ല ഗംഭീരമായി, നല്ല ഗംഭീര ചിത്രമാണെങ്കിൽ നല്ല റീച്ച് കിട്ടും, നല്ല ഫാൻ ബേസ് ഉണ്ട്. അത് വേറെ ഒരു മലയാളം നടനുമില്ല. അതിനകത്ത് നിസ്സംശയം നമുക്കിപ്പം പറയാൻ പറ്റുന്ന കാര്യം ദുൽഖർ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ്. എന്നിട്ട് ദുൽഖർ എടുത്ത തീരുമാനം ഒരു രീതിയിൽ അത് നല്ലതാണ്. കാരണം ഖലീഫ എന്ന് പറഞ്ഞ പടം പൃഥ്വിരാജ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അല്ല. കാരണം പൃഥ്വിരാജിന്റെ ഗംഭീര സിനിമയാണെങ്കിൽ മാത്രമേ ഓടത്തുള്ളൂ. കാരണം ഇപ്പം നമുക്കറിയാം വിലായത്ത് ബുദ്ധയും ഐനോബിഡിയും ഒന്നും OTT പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനീഷ്യൽ ക്രൗഡും പൃഥ്വിരാജിന് വളരെ കുറവാണ്. അത് പേടിച്ചിട്ടൊന്നും അല്ല, നല്ലൊരു ഡേറ്റ് ആണ് സെപ്റ്റംബർ 3. കാരണം സെപ്റ്റംബർ 4 പബ്ലിക് ഹോളിഡേ ആണ്. ശനി ഞായർ ഇവിടെയും കിട്ടും, ബാക്കി ഈ GCCയിലൊക്കെ നല്ല കളക്ഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അന്നേരം സോളോ റിലീസ് കിട്ടി, നമ്മുടെ ടോക്സിക് എന്നൊക്കെ മാറി ഒരാഴ്ച മഴ കിട്ടുമ്പോൾ ഒരുപാട് തിയേറ്റർ കിട്ടും. അത് തന്നെയാണ് ദുൽഖർ പറഞ്ഞത്. പാൻ ഇന്ത്യൻ റീച്ച് മാത്രമല്ല, വേൾഡ് വൈഡ് റീച്ച് കിട്ടും. ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ പോയി ദുൽഖർ ഈ പറഞ്ഞ പോലെ പ്രസ് മീറ്റ് വരെ നടത്തി. അതുകൊണ്ട് ദുൽഖർ ഉദ്ദേശിക്കുന്നത് ഒരു പാൻ ഇന്ത്യൻ ലെവൽ തന്നെ തൂക്കേടി തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ആ തന്ത്രം വിജയിച്ചെന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.